ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശന്റെ വാക്കുകൾക്ക് ഈ മണ്ണും മനസ്സും നമ്മുടെ നാടും കാതോർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം, അതിന്റെ ചുവരെഴുത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിന്റെ മണ്ണ് മാറുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ച തിരമാല പോലെ കടന്നു വന്നതായ ആ രാഷ്ട്രീയ മാറ്റം തീർച്ചയായും ഈ പീരുമേടിനും ബാധകമാണ്, ഇടുക്കിക്കും ബാധകമാണ്. നമ്മളൊക്കെ പരീക്ഷാ കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്ക് വാങ്ങി നല്ല തയ്യാറെടുപ്പോടുകൂടി കാത്തിരിക്കുന്നത് പോലെ തന്നെ ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 20 വർഷക്കാലം തലനാരിഴയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലം അത് തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത വിധത്തിൽ ഈ നാടിന്റെ എല്ലാ മേഖലയിലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്കത് കാണിച്ചു തരികയാണ്. തീർച്ചയായും ശ്രീ വി.ഡി. സതീശൻ ഇന്ന് കേരളത്തിന്റെ പ്രതീക്ഷയാണ്. നാളെയുടെ നാടിനെ നയിക്കുവാൻ പ്രാപ്തനാണ്. കരുത്തും ശേഷിയും ശേമുഷിയുമുള്ള നേതാവാണ്. ഇന്ന് വർത്തമാനകാല കേരളത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ആധികാരികതയോടെ, അതിലേറെ ഏറ്റവും ഔന്നത്യത്തോടെ അതിനെ സംബന്ധിച്ച് നിയമസഭയ്ക്കകത്തും പുറത്തും ജനഹിതമനുസരിച്ച് പ്രതികരിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ്, പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ വി.ഡി. സതീശൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട് പീരുമേട് തോട്ടം മേഖലയാണ്, തോട്ടം തൊഴിലാളികളുടെ മണ്ണാണ്. അവരുടെ വിയർപ്പും ഗന്ധവും അവരുടെ അധ്വാനവും അവരുടെ എല്ലാ തലത്തിലുമുള്ള പ്രയത്നങ്ങളുടെ പേരിൽ സ്വർഗ സമാനമായി ഉയർന്നു വന്ന പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ, തൊഴിലാളി ലയങ്ങൾ അതെല്ലാം സമുദ്ധരിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഈ ജനതയെ വഞ്ചിച്ചിരിക്കുകയാണ്. 10 പൈസയുടെ പോലും ആനുകൂല്യം ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളായി ലഭ്യമാക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടുക്കി പാക്കേജ് എന്ന് പറഞ്ഞ് എത്രയോ കോടികളുടെ കഥകളാണ് ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു പോയത്. പക്ഷേ അതിന്റെ ആനുകൂല്യം ഈ നാട്ടിലെ തൊഴിലാളികൾക്കോ ഈ നാട്ടിലെ കർഷകർക്കോ ഇവിടെ അധിവസിക്കുന്ന സാധാരണക്കാർക്കോ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ വന്യമൃഗശല്യം അതിരൂക്ഷമായ കാലഘട്ടത്തിൽ ഇവിടെ ആരെയും ഭരണ നേതൃത്വത്തിന്റെ ഭാഗമായി നമ്മളാരും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഓരോ ദിവസവും നാൾക്കുനാൾ ജനവാസ കേന്ദ്രങ്ങളെ വനമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് റിസർവ് ഫോറസ്റ്റുകളാക്കി മാറ്റിക്കൊണ്ട് എത്രയോ പ്രയാസങ്ങളാണ് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്താണ് വണ്ടിപ്പെരിയാറും അവിടെ സത്രവും സ്ഥിതി ചെയ്യുന്നത്. അവിടെ എയർ സ്ട്രിപ്പ് NCCയുടെ പരിശീലന കേന്ദ്രം എന്നുള്ള നിലയിൽ ബഹുമാനനായ ശ്രീ A.K. ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനുവദിച്ചു ലഭ്യമാക്കിയ പദ്ധതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പൊ എന്താണ്, പദ്ധതിയെല്ലാം പൂർത്തീകരിച്ചു വന്നപ്പോഴേക്കും പദ്ധതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ അത് വനമായിരുന്നില്ല. പക്ഷേ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ അവിടെ പരിശീലന പറക്കലിനുള്ള അനുമതി നിഷേധിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യാറായപ്പോഴേക്കും അവിടെയെല്ലാം റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നു ഈ ഗവൺമെന്റ്. അത് മാത്രമല്ല, അതിന്റെ സമീപ ചുറ്റുപാടുകളിൽ താമസിക്കുന്ന എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ പേരിൽ വീടുകൾ നിർമ്മിച്ചിട്ടുള്ള ആളുകൾ പോലും ഇന്ന് വനത്തിനുള്ളിൽ താമസിക്കേണ്ട ദുസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ആ വിധത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയും തെറ്റും ഏതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നാടിനെ മുൻപോട്ട് നയിക്കാൻ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും അധാർമികതയുടെയും അരാഷ്ട്രീയതയുടെയും ഒക്കെ നശിച്ച കാലഘട്ടത്തിൽ നിന്നും, ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും വെള്ളി വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് ഈ നാടിനെ നയിക്കാൻ പുതിയ
തലമുറയെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോകാൻ കഴിവും പ്രാപ്തിയുമുള്ള സൂര്യശോഭയാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായ നാളെയുടെ നായകനായ ശ്രീ വി ഡി സതീശനെ അക്ഷരാർത്ഥത്തിൽ പീരുമേടിന്റെ ജനത ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഈ പ്രൗഢോജ്വലമായ സമ്മേളനത്തിൽ അണിനിരന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. കേരളത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ആന്റണി ആലഞ്ചേരി, നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ വേദിയിലും ഉള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ജാഥ അംഗങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പോരാളികളായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ നെഞ്ചിലേറ്റിയുള്ള ഒരു യാത്രയാണ്. അവർക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ പിറവി ഉണ്ടാകണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് നമ്മൾ. എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ ദുർഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നിങ്ങളോട് സംസാരിച്ച് കാണുമെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത്, ഒരു നാടിൻ്റെ ഘടന, അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം, അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയാണ്. കേരളത്തിൻ്റെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണിപ്പോൾ. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുക തന്നെ ചെയ്യും. പക്ഷേ പോകുമ്പോൾ നമ്മുടെ തലയിൽ മലയാളിയുടെ